എടാ രവി, എന്താമേ? റീന മോള് കുറച്ച് ദിവസമായിട്ട് ആഹാരമൊന്നും കഴിക്കുന്നേ ഇല്ല. അവളുടെ ചിരിയും കളിയും ഒന്നും കാണാനേ ഇല്ല. നീ ശ്രദ്ധിച്ചായിരുന്നോ? അമ്മ, അത് അവള് ഈ പരീക്ഷയുടെ സമയത്ത് സ്ഥിരം ഉള്ളതല്ലേ. ഊണുമില്ല, ഉറക്കവും ഇല്ല. എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. അമ്മ അത് കാര്യമാക്കണ്ട. ഇന്ന് അവളുടെ സ്കൂളിൽ മോഡൽ പരീക്ഷയായിരുന്നു. പരീക്ഷയ്ക്ക് പോലും പോയിട്ടില്ല. ഒരേ കിടപ്പായിരുന്നു. എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റിയാവോ? നീ ഒന്ന് ചോദിച്ചേ. മോളെ, ഈ സമയത്ത് എന്തിനാ കിടക്കുന്നേ? മോളൊന്ന് എഴുന്നേറ്റേ. ഇങ്ങനെ കിടക്കല്ലേ. എഴുന്നേറ്റേ, അച്ഛൻ വിളിക്കുന്നതല്ലേ. ഒന്ന് എഴുന്നേൽക്ക്. എന്താ മൂക്ക് പറ്റിയ? പനിയൊന്നുമില്ലല്ലോ. ഡോക്ടറെ വല്ലതും കാണണോ? എന്താ എക്സാം എഴുതാൻ പോവാത്തെ? അമ്മ, ചായ എടുത്തു. കയ്യിലേക്ക് എന്താ പാട്? മോക്കെന്താ പറ്റിയത്? അച്ഛൻ്റെ അടുത്ത് പറ. മോളെന്തിനാ കരയുന്നേ? മോളെ, നീ ചായ കുടിക്ക്. രവി, മോൾ എന്തിനെങ്ങനെ കരയുന്നേ? അവൾക്ക് എന്ത് പറ്റിയതാ? ഒന്നുമില്ലമ്മ, അവള് പരീക്ഷയുടെ ഒക്കെ കാര്യം ഓർത്ത് പേടിച്ച. അമ്മൂമ്മയുടെ പൊന്നു മോള് വിഷമിക്കേണ്ട. മോളെ മിടുക്കിയല്ലേ. ഇങ്ങനെ അങ്ങ് ഭയന്നാലോ? ഈ ട്യൂഷൻ സെന്റർ നടത്തുന്ന പ്രകാശിന്റെ അച്ഛൻ നിങ്ങളല്ലേ? പ്രകാശിന്റെ അച്ഛനാ? ഞാനാ? എന്നവൻ പറഞ്ഞ? അല്ല, എനിക്ക് പുള്ളിയെ കണ്ടിട്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു. അതിന് ഇവിടെ പറഞ്ഞ എന്തിന്? അവൻ താമരയ്ക്ക് എടുത്ത് പോയി ചോദിക്കണം. അവിടെ ചെന്നപ്പോ അവിടെ നിന്ന് പോയിന്ന് പറഞ്ഞു. വായി തൊലയിട്ട് അവനിവിടെ വീടും കൂടിയൊന്നും ഇല്ല. ഇവിടെ വല്ലതും വന്നാ മരിച്ചു എൻ്റെ അമ്മയാണ് ഞാൻ അവനെ കല്ലെടുത്തെറിഞ്ഞു പൊട്ടിക്കും. അത്രയ്ക്ക് കലിയുണ്ട് സാറേ എനിക്ക്. സാറിനറിയാം, സ്വന്തം തള്ള ആശുപത്രിയിൽ ചാവാൻ കടന്നപ്പോ ഒന്നും നോക്കാത്തവനാണ്. അല്ല, ഇവിടെ അല്ല പിന്നെ എവിടെ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും? അവന്റെ കാര്യം ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. അവനായി അവന്റെ പാടായി. അവന് മാലിയിലെന്തര ഉദ്യോഗം കിട്ടിയെന്ന പോയിന്ന കേട്ട്.
അവൻ മാലിയിലെന്നല്ല ചന്തലിൽ പോയാലും കോണം പിടിക്കൂല. അത്രയ്ക്ക് ഞങ്ങളെ ദ്രോഹിച്ചവനാണ്. ഞങ്ങളെ മാത്രമല്ല, പാവം പിടിച്ച ആ കെട്ടിയോളെ അവൻ പോയ പിന്നെ അവള് വേറെ കെട്ടി. അവൾ അന്തസ്സായിട്ട് ജീവിക്കണം. ആ പെണ്ണ് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലേ സാറേ? മോളെ, പരീക്ഷയല്ലേ, പഠിക്കണ്ടേ? മോൾ ഉറങ്ങിക്കോ. മോഹനോട് സ്ഥിരം നടക്കാൻ വരാറുണ്ടോ? അങ്ങനെയുള്ള ദൂശ്യമൊന്നും എനിക്ക് നേരത്തില്ല. പിന്നെ എന്താ ഇവിടെ? അല്ല, ഞാൻ ആശാനെ കാണാൻ തന്നെ വന്നാണ്. എന്താ കാര്യം? ആശാനെ പണച്ചാക്ക് നേടണ്ട കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആളെന്ന് കണ്ടെന്ന് മാത്രമല്ല, ആശാന്റെ വീട് സ്ഥലം ഞാൻ കച്ചവടമാക്കിയിട്ട് വരുന്നത്. രഹസ്യം പാർട്ടി എന്ന് പറഞ്ഞാൽ രഹസ്യം പാർട്ടിയാ. ഇനി എഴുത്തൂത്ത് എന്ന് നടത്താന്ന് മാത്രം ആശാൻ പറഞ്ഞാൽ മതി. ബാക്കിയെല്ലാം കറണ്ട് പോലെ ടക്കിനെന്ന് നടത്തും. എന്റെ വീട് സ്ഥലം കൊടുക്കാൻ പോകണമെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? പുഷ്പരാജൻ. ആശാനെ വരുമോൻ, അല്ലാതെ ആര് പറയാൻ? പുഷ്പരാജൻ? നീ അല്ലാതെ അവന്റെ വാക്കും കേട്ട് ഇറങ്ങുമോ? നീ നോക്കിക്കോ, നിന്നെയും കൂടെ അവൻ തൂക്കി വിറ്റുകളെ. അമ്മാതിരി മോലാവൻ. ഞാൻ പറഞ്ഞത് ആശാന്റെ മോക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ 4.5 സെന്റും വീടൂല്ലേ പനവിള മുക്കിലുള്ളത്, അതാണ്. അല്ലാതെ ആശാൻ താമസിക്കുന്ന വീട് സ്ഥലം കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നീ കേട്ടാ അത് കൊടുക്കാൻ പോണെന്ന് ഞാൻ പറഞ്ഞത്? ഇല്ല, ഞാൻ കേട്ടില്ല. പക്ഷെ പുഷ്പരാൻ പറയാൻ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഒരു ധാരണയിൽ എത്തിയെന്നാണ് പറഞ്ഞത്. അല്ല, എന്തായാലും ആശാൻ മൂത്തം കൊടുക്കാനുള്ളതല്ല. ആശാനെ നിന്ന് ഓക്കെ, അങ്ങോട്ടിരിക്കുക. എനിക്ക് നടന്ന് സംസാരിച്ച് ഞാൻ ശ്വാസം കിട്ടൂല. പിന്നെ ഈ മണ്ണും കൂടി ആകുമ്പോഴേ കാലിലെ മസിൽ പിടിക്കും. ഓ, പോയിരി. ബാ.